എൻ്റെ വീടിനടുത്തുള്ള ഒരു ആൾ എൻ്റെ ഫാദറിൻ്റെ അടുത്ത് ചെന്ന് ഒരു പരാതി പറഞ്ഞു. ആ പരാതി കേട്ട പാടെ ഫാദർ വന്നിട്ട് പിടിച്ച് പടപടപടേന്ന് 5-6 അടി തരികയില്ലേ. അത് കഴിഞ്ഞാണ് ഇതെന്താ പ്രശ്നമെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അത് കഴിഞ്ഞാണ് നമ്മുടെ എക്സ്പ്ലനേഷൻ കൊടുത്തത്. അപ്പോൾ പിന്നെ പുള്ളി സൈലൻ്റായി. അപ്പോൾ ഈ എക്സ്പ്ലനേഷന് എന്താ യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്ന് അറിയുക പോലും ചെയ്യാതെ അന്ന് തല്ല് കിട്ടുമായിരുന്നു. തല്ലിയാൽ ഒരുത്തം നന്നാകുമോ എന്നുള്ള പരീക്ഷണം എൻ്റെ മേലും, തല്ലാതെ ഒരുത്തനെ നന്നാക്കാവോ എന്നുള്ളതിൻ്റെ പരീക്ഷണം എൻ്റെ അനിയൻ്റെ മേലുമാണ് പുള്ളി നടത്തിയത്. അതിൻ്റെ വിജയപരാജയം ഇനിയും അറിയാനിരിക്കുന്നതേ ഉള്ളൂ. ആ തല്ലുകൊണ്ട് എന്താണോ പുള്ളി ഉദ്ദേശിച്ച് തല്ലിയത് അതൊന്നും നടന്നിട്ടില്ല. ആ കാര്യത്തിലൊക്കെ ഞാൻ കൂടുതൽ റിബലായി മാറിയിട്ടേ ഉള്ളൂ. ഈ മാറ്റങ്ങൾ പറഞ്ഞല്ലോ, അപ്പം നമ്മൾ 70കളിൽ ഞാൻ ഒരുപാട് വീഡിയോസ് ഈ അമേരിക്കയുടെയും യൂറോപ്പിൻ്റെയും ഒത്തിരി വീഡിയോസ് കാണുന്ന ഒരാളാണ്. അപ്പം ഈ നമ്മളതിൻ്റെ മാറ്റം കമ്പയർ ചെയ്തുമ്പോൾ ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചൊരു കാര്യം, ഇന്ത്യ ഇപ്പം അന്ന് എറണാകുളത്തെ മറൈൻ ഡ്രൈവിൻ്റെ ഭാഗമൊക്കെ നോക്കിയാൽ പെട്ടിക്കട പോലെ അവിടെ ഇല്ല, പലതും കുറേ ഇങ്ങനെ ഷീറ്റ് വിരിച്ച കുറേ സ്ഥലങ്ങളാണ്. പക്ഷെ പിന്നെ ഇപ്പോൾ നമ്മൾ ചെന്നിട്ട് അങ്ങനെ ഏത് സ്ഥലം എടുത്ത് നോക്കിയാലും നമുക്ക് ഭയങ്കര മാറ്റങ്ങൾ വന്നു. അതായത് 10x ടൈപ്പിൽ നമ്മൾ മാറി. പക്ഷെ അമേരിക്ക, യൂറോപ്പ് പോലെയുള്ള രാജ്യങ്ങൾ ഇവിടെ നിന്ന് ഞാൻ യാത്രകൾ ചെയ്തിട്ടില്ല. കാരണം എനിക്ക് പലപ്പോഴും തോന്നുന്നത് 70s-ലുണ്ടായിരുന്നു, 80s-ലുണ്ടായിരുന്നു. പക്ഷെ അവർക്ക് നമ്മുടെ പോലെ ഇൻറ്റു ഇട്ട് എക്സ്പോണൻഷ്യലായിട്ട് വളരാൻ സാധിച്ചിട്ടില്ല എന്നുള്ള ഒരു ഒബ്സർവേഷൻ ഞാൻ നടത്തിയിട്ടുണ്ട്. അത് ശരിയാണോ? അത് അല്ല എൻ്റെ കാര്യം. അവർ 60കളിലും 70കളിലും തന്നെ അവിടെ എത്തി. അവിടെ ഇനി മാറ്റം വരുത്തണമെങ്കിൽ അതെല്ലാം ഇടിച്ചു പൊളിച്ച് കളഞ്ഞിട്ട് വേറെ ഉണ്ടാവണം. ന്യൂയോർക്ക് ടൈംസ് സ്ക്വയർ എന്ന് പറയുന്ന സാധനത്തിൽ ഒരു മാറ്റം ഇനി നിങ്ങളൊരു 15 കൊല്ലം കഴിഞ്ഞാൽ ഉണ്ടാവാൻ പോകുന്നില്ല. വല്ലോ മറ്റേ വേൾഡ് ട്രേഡ് സെൻറ്റർ തകർന്ന് വീണ പോലെ വല്ലോ ആക്സിഡൻറ്റ് ഉണ്ടായെങ്കിൽ മാത്രം, അല്ലെങ്കിൽ ഒരു തീവ്രവാദി പ്രശ്നം ഉണ്ടായെങ്കിൽ മാത്രമേ അവിടെ ഒരു പുതിയ കെട്ടിടം വരുന്നുള്ളൂ. അതർവൈസ് ഇവർ വളർന്നിരിക്കുന്നതൊക്കെ 200 കൊല്ലത്തേക്കൊക്കെയാണ്. അപ്പം അവിടുത്തെ ഫെസിലിറ്റികൾ ഓൾറെഡി സാച്ചുറേറ്റഡ് ആണ്. അതാണ് എൻ്റെ ഒരു പ്രധാന കാര്യം. നമുക്ക് ഇനിയും ഗ്രോ ചെയ്യാൻ ഒത്തിരി സ്കോപ്പ് കിടക്കുന്ന ഒരു രാജ്യമാണ്. അതാണല്ലോ നമ്മളെ ഗ്രോയിങ് എക്കോണമി എന്ന് പറയുന്നത്, അല്ല ഡെവലപ്ഡ് എക്കണോമി എന്ന് പറയുന്നതിൻ്റെ കാര്യം അതാണ്. അല്ല, നമ്മുടെ ഡെവലപ്പിംഗ് എക്കോണമി എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അവർ ഡെവലപ്ഡ് ആണ്, അവർക്ക് ആ മാക്സിമത്തിലേക്ക് അവരെത്തി. ഇനിയുള്ളത് വളർച്ച എന്ന് പറയുന്നത് ടെക്നോളജിയിലാണ് കൂടുതലും വരുന്നത്. മനുഷ്യൻ്റെ ലൈഫ്, ടെക്നോളജി, അതൊന്നും നമ്മളൊരു രാജ്യത്തേക്ക് വിമാനത്തിൽ ചെന്നിറങ്ങുമ്പോഴോ റോഡിൽ കൂടെ പോകുമ്പോഴോ കാണണമെന്നില്ല. അതൊക്കെ ഇൻറ്റേർണലി നടക്കുന്ന മാറ്റങ്ങളാണ്. ടെക്നോളജി, പ്രോസസ്സ്, സിസ്റ്റംസ്, ഇതെല്ലാം മാറുന്നുണ്ട്. ഈ നമ്മൾ വിസിബിൾ ആകുന്ന പല കാര്യങ്ങളും വലിയൊരു അത്ഭുതം കാണിക്കാൻ അവർക്ക് പലപ്പോഴും പറ്റാത്ത അവസ്ഥയില്ല. കാരണം ഇപ്പം പാരീസിൽ ചെന്നു, പാരീസിൻ്റെ ആ ഓൾഡ് സ്ട്രീറ്റുകൾ, അല്ലെങ്കിൽ പാരീസിൻ്റെ ആ ക്ലാസിക് സ്ട്രീറ്റ്, സീൻ നദിയുടെ കരയിലുള്ള കാഴ്ചകൾ, നോത്തർഡാം കത്തീഡ്രൽ, അല്ലെങ്കിൽ ഈഫൽ ടവർ, ഇതൊന്നും മാറാൻ പോകുന്നില്ല ഉടനെ. അപ്പം അത് 70കളിൽ എടുത്ത ഫോട്ടോയും ഇന്നെടുത്ത ഫോട്ടോയും ഒരുപോലെ തന്നെ ഇരിക്കും. അപ്പോൾ അതാണ് വ്യത്യാസം. നമുക്ക് പക്ഷേ അതല്ല. ദുബായിയുടെ ഒക്കെ കാര്യം പറഞ്ഞ പോലെ ദുബായ് ഓരോ വർഷം കഴിഞ്ഞ് ചെല്ലുമ്പോഴും മാറുമല്ലേ. അതിൻ്റെ കാര്യം ഇതാണ്, ദുബായ് ഇപ്പോഴാണ് വളരുന്നത്. മറ്റേത് അവരൊരു 100 കൊല്ലം മുമ്പേ വളർന്നു കഴിഞ്ഞു. അതാണ് കാര്യം. ഞാൻ വളരെ റീസെൻ്റായിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ജെൻറ്റിൽ പേരൻറ്റിങ്ങിനെ കുറിച്ച്. അതായത് ഇപ്പോൾ വളരെ കോമൺ ആയിട്ട് കേൾക്കുന്നൊരു ടേമാണ് പിള്ളേരെ അടിക്കാതെ വളർത്തുക. നമുക്ക് ആഗ്രഹങ്ങൾ സാധിച്ചില്ല, മക്കളുടെ ആഗ്രഹങ്ങളല്ലേ സാധിച്ചു കൊടുക്കുക. എനിക്ക് തന്നെ വളരെ അടുപ്പമുള്ള പലരും പറഞ്ഞു കേൾക്കുന്നതാണ്, അടിക്കണ്ട. അതിൻ്റെ കൂടെ ഞാൻ കണ്ടൊരു കമൻറ്റ് ഇതാണ്, ആ വീഡിയോയിൽ കണ്ട കമൻറ്റാണ്, വിദേശ രാജ്യങ്ങളിലൊന്നും പിള്ളേരെ അടിക്കുന്നില്ല, അടിച്ചാൽ പിടിച്ചുകൊണ്ട് പോകും, അവിടെയൊക്കെ പിള്ളേർ നന്നായിട്ടല്ലേ വളരുന്നത്. അതായത് ഇവിടെ അല്ലാത്ത വിദേശ രാജ്യങ്ങളിലെല്ലാം എല്ലാവരും നന്നായി വളരുന്നു. അതായത് തെറ്റിദ്ധാരണയും മിത്തും പലതും കേട്ടിട്ടുണ്ടെങ്കിലും എനിക്ക് ശരിക്കും സങ്കടവും ഭയങ്കര ചിരിയും ഒരുമിച്ച് വന്നൊരു കമൻറ്റായിരുന്നു അത്. വിദേശത്തൊന്നും ആരും പിള്ളേരെ അടിക്കുന്നില്ല, അവരൊക്കെ നന്നായി അല്ലേ വളരുന്നതെന്നുള്ളത്. സർ ഒരുപാട് വിദേശ രാജ്യങ്ങൾ കണ്ടിട്ടുണ്ട്, ഒരുപാട് നാട്ടിലെ രീതികൾ കണ്ടിട്ടുണ്ട്. ഡു യു തിങ്ക് ലാളനകൾ മാത്രം കൊടുത്ത് ഒരു തലമുറയെ നമ്മൾ സൃഷ്ടിക്കണം? ലാളന കൊടുത്ത് മാത്രം നമുക്കൊരു തലമുറയെ സൃഷ്ടിക്കാൻ കഴിയില്ല. പക്ഷേ അവരെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ ഒരു പരിഷ്കാരം ഉണ്ടാക്കേണ്ടതുണ്ട്. ഒരു കുട്ടിയെ നമ്മൾ ശിക്ഷിക്കുന്നത് എന്തിനാണെന്നുള്ളതാണ് ചോദ്യം. ആ ശിക്ഷയുടെ പർപ്പസ് സെർവ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അതാണ് പ്രശ്നം. ഞാനൊക്കെ ഒരു പ്രാകൃതമായ ഒരു പേരൻറ്റിങ്ങിന് വിധേയയാളാണ്. എൻ്റെ തലമുറയിലൊക്കെയുള്ള ആളുകൾ അങ്ങനെ ആയിരിക്കണം. ഇപ്പോഴത്തെ മാനദണ്ഡം വെച്ച് നോക്കിയാൽ ഇപ്പം ഏതെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ, ഞാൻ ഓർക്കുന്നുണ്ട്, ഏതെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ എൻ്റെ വീടിനടുത്തുള്ള ഒരു ആൾ എൻ്റെ ഫാദറിൻ്റെ അടുത്ത് ചെന്ന് ഒരു പരാതി പറഞ്ഞു. ആ പരാതി കേട്ട പാടെ ഫാദർ വന്നിട്ട് പിടിച്ച് പടപടപടേന്ന് 5-6 അടി തരികയില്ലേ. അത് കഴിഞ്ഞാണ് ഇതെന്താ പ്രശ്നമെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അത് കഴിഞ്ഞാണ് നമ്മുടെ എക്സ്പ്ലനേഷൻ കൊടുത്തത്. അപ്പോൾ പിന്നെ പുള്ളി സൈലൻ്റായി. അപ്പോൾ ഈ എക്സ്പ്ലനേഷന് എന്താ യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്ന് അറിയുക പോലും ചെയ്യാതെ അന്ന് തല്ല് കിട്ടുമായിരുന്നു. ഞാൻ പലപ്പോഴും ഞാനും എൻ്റെ അനുജനുമായിട്ട് 10 വയസ്സിന് ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ഈ അനുജൻ സ്കൂളിൽ ഒരു 5ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയമായപ്പോഴാണ് ഫാദർ സ്കൂൾ ആരംഭിക്കുന്നത്. എൻ്റെ അനുജന് പഠിച്ചത്
പിന്നീട് ഒരു 5ാം ക്ലാസ്സിന് ശേഷം പഠിച്ചത് പിതാവ് ആരംഭിച്ച ഈ CBSE സ്കൂളിലാണ്. അവനാണ് ആദ്യത്തെ ബാച്ചിൽപ്പെട്ട ഒരു സ്റ്റുഡൻറ്റ്. ആ സമയമാകുമ്പോഴത്തേക്കും ഫാദറിൻ്റെ വിദ്യാഭ്യാസ കാഴ്ചപ്പാടുകളും പേരൻറ്റിങ് കാഴ്ചപ്പാടുകളും എല്ലാം മാറി. പുള്ളി ഒരു ആധുനിക മനുഷ്യനായി മാറി. അടിയൊക്കെ നിർത്തിയെന്ന് മാത്രമല്ല, ചിരിച്ചുകൊണ്ടേ കുട്ടികളെ സമീപിക്കാവുള്ളൂ. മുമ്പേ പറഞ്ഞ പോലത്തെ ഒരു പ്രിൻസിപ്പിളിലേക്ക് പെട്ടെന്ന് ഷിഫ്റ്റ് ചെയ്തു. അപ്പോൾ ഈ സ്കൂളിൽ ഇടയ്ക്ക് എന്നെ പ്രസംഗിക്കാൻ ക്ഷണിക്കും ഗസ്റ്റായിട്ടൊക്കെ. അപ്പോൾ ഞാൻ ചെല്ലുമ്പോൾ ഞാൻ പറയും, എൻ്റെ പിതാവിൻ്റെ വിദ്യാഭ്യാസ പരീക്ഷണങ്ങളുടെ ഇരകളാണ് ഞാനും എൻ്റെ അനിയനും. തല്ലിയാൽ ഒരുത്തം നന്നാകുമോ എന്നുള്ള പരീക്ഷണം എൻ്റെ മേലും, തല്ലാതെ ഒരുത്തരം നന്നാക്കാവോ എന്നുള്ളതിൻ്റെ പരീക്ഷണം എൻ്റെ അനിയൻ്റെ മേലുമാണ് പുള്ളി നടത്തിയത്. അതിൻ്റെ വിജയപരാജയം ഇനിയും അറിയാനിരിക്കുന്നതേ ഉള്ളൂ എന്നുള്ളത്. അപ്പോൾ തല്ലി ഒരുത്തനെ നന്നാക്കാൻ പറ്റുമോ എന്നാണ് എൻ്റെ മേൽ പുള്ളി പരീക്ഷിച്ചുകൊണ്ടിരുന്നത്. ഉത്തരം ഞാൻ പറയുന്നില്ലെന്ന്. ആ തല്ലുകൊണ്ട് എന്താണ് പുള്ളി ഉദ്ദേശിച്ച് തല്ലിയത് അതൊന്നും നടന്നിട്ടില്ല. ആ കാര്യത്തിലൊക്കെ ഞാൻ കൂടുതൽ റിബലായി മാറിയിട്ടേ ഉള്ളൂ. അനാവശ്യമായ ശിക്ഷണങ്ങൾ നമ്മളെ. എന്നാൽ ഈ കാര്യം എന്നെ വിളിച്ചിരുത്തി എക്സ്പ്ലെയിൻ ചെയ്തു തരികയും അതുണ്ടാക്കാവുന്ന കോൺസിക്വൻസസ് എന്താണെന്ന് പറയുകയൊക്കെ ചെയ്യുന്ന വേറൊരു ടെക്നോളജി ഇതിനുണ്ട്. ഇപ്പം തല്ല് അല്ലെങ്കിൽ ശിക്ഷണം, ഭയം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊന്നും മോശം കാര്യമൊന്നുമല്ല. ഒരു തല്ലൊക്കെ ജീവിതത്തിലെങ്കിലും കൊണ്ടിരിക്കുന്നതല്ല എന്ന അഭിപ്രായമുള്ള ആളുമാണ് ഞാൻ. മനസ്സിലായില്ലേ? എന്നതുകൊണ്ട് അമേരിക്കയിൽ അല്ലെങ്കിൽ യൂറോപ്പിൽ, സ്വിറ്റ്സർലൻഡിൽ അല്ലെങ്കിൽ ന്യൂസിലൻഡിൽ ഒന്നും കുട്ടികളെ തല്ലുന്നില്ല, ശിക്ഷിക്കുന്നില്ല എന്നതുകൊണ്ട് അവരെല്ലാം മിടുക്കന്മാരെ വളരുന്നു എന്നുള്ളതും തെറ്റായ ധാരണയാണ്. അവിടെയൊക്കെ എത്ര ജയിലുകളുണ്ടെന്നും അവിടുത്തെ കോടതികളിൽ കേസ് എത്ര ഡെയിലി നടക്കുന്നുണ്ടെന്നും എത്ര പേര് ജീവപര്യന്തം തടവിനും വധശിക്ഷയ്ക്കും വിധേയമാകുന്നുണ്ടെന്നും ഒക്കെയുള്ള കണക്കെടുത്ത് നോക്കിയാൽ നമുക്കിതെല്ലാം കിട്ടും. ഇതൊക്കെ ഇൻ്റർനെറ്റിൽ സെർച്ച് ചെയ്താൽ കിട്ടുന്ന കാര്യങ്ങളേ ഉള്ളൂ. കൺവിക്റ്റഡ് പ്രിസണേഴ്സ് എത്രയുണ്ട് ആ രാജ്യത്തൊക്കെ. അപ്പം ഇതിനൊന്നും ഒരു കുറവുമില്ല. മറ്റൊരു കാര്യം കൂടെ ഉണ്ട് കേട്ടോ. ലോകം മുഴുവൻ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ, ഇന്ത്യയിലെയും മറ്റു രാജ്യങ്ങളിലും എല്ലാം കണക്കെടുത്തു കഴിഞ്ഞാൽ, ഈ മതങ്ങളുടെ പരിശീലനം, ചിട്ട, അതനുസരിച്ച് ജീവിക്കുന്നു, അതനുസരിച്ച് കുട്ടികളെ വളർത്തുന്നു, അല്ലെങ്കിൽ ആ വിശ്വാസത്തിലൊക്കെ വളർത്തുന്നു എന്ന് നമ്മൾ പറയുമ്പോഴും ഈ ജയിലുകളിലെ പ്രാതിനിധ്യം നോക്കിയാൽ എല്ലാവരും തുല്യരാണ്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ ഇന്ന മതക്കാരുടെ എണ്ണം കുറവെന്ന് പറയാൻ പറ്റില്ല. പോപ്പുലേഷൻ ആനുപാതികമായിട്ട് ആ ആളുകളെല്ലാം അവിടെ ഉണ്ട്. ഏത് രാജ്യത്തും ഉണ്ട്. നമ്മുടെ ഇന്ത്യയിലും അങ്ങനെ തന്നെയാണ്. ഞാൻ ഈയിടെ കേരളത്തിലെ ഒരു നമ്മുടെ സഫാരിയിൽ ഒരു പ്രോഗ്രാമിന് വന്നപ്പോൾ ഞാനൊരു പ്രിസണിൻ്റെ സൂപ്രണ്ടായിരുന്ന ആളോട് ചോദിച്ചു, ഈ ഓരോ ഇതിലും ഏത് മതത്തിൽപ്പെട്ടവരാണ് കൂടുതലുള്ളത് അല്ലെങ്കിൽ കുറവുള്ളത്? അപ്പോൾ പുള്ളി പറയുന്നത് അത് റീജിയൻ തിരിച്ചാ. ക്രിസ്ത്യാനികൾ കൂടുതലുള്ള സ്ഥലത്ത് ക്രിസ്ത്യാനികളാണ്, മുസ്ലിങ്ങൾ കൂടുതലുള്ള പ്രദേശത്തെ ജയിലിൽ മുസ്ലിങ്ങളാണ് കൂടുതൽ, ഹിന്ദുക്കൾ കൂടുതലുള്ള പ്രദേശത്ത് ഹിന്ദുക്കളാണ് ആ ജയിലിൽ കൂടുതൽ. അത്രേ ഉള്ളൂ. അപ്പോൾ ഒരു മനുഷ്യനെ നന്നാക്കുന്ന കാര്യത്തിലും അല്ലെങ്കിൽ റിഫോം ചെയ്യുന്ന കാര്യത്തിലും ഒക്കെ ജയിൽ തന്നെ വേണമെന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കി. അതപ്പോഴും അവിടെ തന്നെ നിലനിൽക്കുന്നുണ്ട് ആ സിസ്റ്റം. അപ്പം മനുഷ്യൻ്റെ മനസ്സ്, കുട്ടികളെ ഫോം ചെയ്യുന്നതിന് വികസിത നാടുകളിൽ കുറച്ചുകൂടെ റിഫൈൻഡാണ് സംവിധാനങ്ങൾ. അതിനെ നമ്മൾ കാണാതിരിക്കാൻ പറ്റില്ല. ഇപ്പോൾ സ്കാൻഡിനേവിയൻ രാജ്യങ്ങളെയൊക്കെ എടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ബെറ്ററാണ്. അതായത് അവരുടെ പൊതുബോധം, സാമൂഹ്യബോധം, സാംസ്കാരിക ബോധം, അവരുടെ പൗരബോധം, ഇതൊക്കെ കുറച്ചുകൂടെ റിഫൈൻഡ് ആക്കി മാറ്റുന്നതിൽ അവരുടെ വിദ്യാഭ്യാസവും ആ പേരൻറ്റിങ്ങും ഒക്കെ സഹായിക്കുന്നുണ്ട്. അവിടെ ഈ പരിശീലനം കിട്ടിയ കുട്ടി തന്നെയാണ് നാളത്തെ പേരൻ്റ് ആവുന്നുള്ളത് കൊണ്ട് തന്നെ ആ പേരൻറ്റിന് അറിയാം എന്താണ് കുട്ടിയെ പരിശീലിപ്പിക്കേണ്ടതെന്ന്. അത് വലിയൊരു ഘടകമാണ് അവിടെ. അപ്പം ഇത്രയും നേരം ഞങ്ങൾക്ക് വേണ്ടി തന്നതിന് ഒരുപാട് നന്ദി. ഒരുപാട് വർഷത്തെ പ്രയത്നത്തിൻ്റെ ഫലമായിട്ടാണ് ഞാൻ താങ്കളുടെ ഇപ്പുറത്തെ ചോദ്യങ്ങൾ ചോദിക്കാനായിട്ട് എത്തിയിരിക്കുന്നത്. അപ്പോൾ താങ്ക് യു സോ മച്ച് സർ. ഏതായാലും വളരെ കണ്ടൻറ്റുള്ള, സബ്സ്റ്റൻസ് ഉള്ള ചോദ്യങ്ങൾ ചോദിച്ചതിന് പ്രത്യേകം നന്ദി. താങ്ക് യു സർ.